ഉണ്ട്. വേണേ അവിടെ പോയി വാങ്ങിച്ചോ. എന്റെ കൊച്ചൊന്നുമില്ല. ഒന്ന് വേഗം പോകാൻ നോക്കി. ആരെങ്കിലും കാണും. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. പവർ കട്ട് പോലെ അടിക്കടി ഭാര്യ പിണങ്ങി പോകുമ്പോ ഒരു ഇൻവെർട്ടറിനോട് ആഗ്രഹം തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. അവനൊരു ചെറുപ്പക്കാരനല്ലേ? ഞാൻ വിചാരിച്ച പോലെ ഗോപാലകൃഷ്ണൻ അത്ര കുഴപ്പക്കാരനല്ല. ഇത്രയും നല്ല സൽസ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കർത്താവേ, കുഴയുന്ന മട്ടാണല്ലോ. ആ ചെറുപ്പക്കാരനെ രക്ഷിക്കണമല്ലോ. എനിക്ക് കുഞ്ഞിനെ കാണാൻ ധൃതിയായി. ചേട്ടൻ പുറത്ത് ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യാ. നിന്റെ ഭർത്താവിന് ഏത് സമയത്ത് ഓട്ടോറിക്ഷയിൽ വെയിറ്റ് ചെയ്യലാണോ പണി? കുഞ്ഞി അഡ്രസ്സിലുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും ഉപദ്രവിക്കാതിരുന്നാ മതിയേ. എന്താ അപകടമാണ് ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എന്താ പറയുന്നേ? ഞാൻ പറയുന്ന ഇവിടെ അവർ ഒരിക്കലും കാണാൻ പാടില്ല. ആര്? നീ ഇവിടെ ഇറക്കി വിടാൻ നോക്ക്. അല്ലെങ്കിലേ പ്രശ്നങ്ങളുടെ നടുവിലാണ് നീ. എന്താ എന്താ മോനെ, ഈ അച്ചായൻ പറയുന്നത് ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. കാര്യം പറഞ്ഞു. ആ തള്ളയും നിന്റെ ഭാര്യ ചടി ചടി ചടി. ചാടാനോ? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ കഴുത്ത് കെട്ടി ഇറക്കായിരുന്നു. സാരി അഴിക്ക് പെണ്ണേ. സാരിക്ക് നീളം പറ്റോ? നീ വേണ്ട, മുണ്ട് വെച്ച് കൂട്ടി കെട്ടോ. സാരി അഴിക്ക്. പെട്ടെന്നാവട്ടെ അങ്ങോട്ട്. ഇയാളെന്തീ കിടന്ന് ഡാൻസ് ചെയ്യുന്ന മാറോ? അതെ, ഗോപാലകൃഷ്ണൻ പുതിയൊരു പാചകത്തിന്റെ പരീക്ഷണത്തില്ല. ചേരുവ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. പരീക്ഷണോ? എന്ത് പരീക്ഷണം? അതെ, പിന്നെ കഞ്ഞിവെള്ളത്തിൽ നിന്ന് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ശല്യപ്പെടുത്തണ്ട, നമുക്ക് ഇവിടെ നിന്ന് വെറുതെ സംസാരിച്ച് സമയം കളയാം. മാറങ്ങോട്ട് വായി നോക്കി. എടാ, എന്റെ വീട്ടുകാരൻ നിന്റെ സമ്മതം വേണം. മാറങ്ങോട്ട്. ഈശോയെ, ആന്റി, അമ്മച്ചി കൊണ്ടാട്ടോ. കർത്താവേ, അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ആരും കാണാതെ മുത്തശ്ശി വിചാരിക്കുന്ന ഒന്നുമില്ല. കൈയ്യക്കട മിണ്ടി പോരുത് വൃത്തികെട്ടവനെ. നിന്നെ പറ്റി അവള് പറയുന്നതൊക്കെ സത്യമാണെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. മുത്തശ്ശി, ഞാൻ പറയുന്ന അയ്യേ, ഇങ്ങനെ നോക്കരുത്. ഞാനുണ്ടോടാ നിനക്ക്? കുറച്ച്. ഇവളെ ഉള്ളപ്പോഴേ നിന്റെ സ്വഭാവം ഇങ്ങനെ. അപ്പൊ അവൾ ഇല്ലാത്തപ്പോ എന്തായിരിക്കും നിന്റെ സ്ഥിതി? മുത്തശ്ശനൊന്ന് വിശ്വസിക്കൂ. രാധികെ, നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഞാൻ എപ്പോഴും വെർജിനാണ്. പ്രോമിസ്. അതിനിടെ ഞാൻ പറഞ്ഞു നീ വൃത്തികെട്ടവനാണെന്ന്. പോവാ മോളെ, ഒരു നിവർജ്യം വന്നിരിക്കുന്നു. രാധികെ, ഇത്ര വൃത്തികെട്ടവനാണ് അവനെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അമ്മ വെറുതെ ഒരു അക്ഷരം നീ മിണ്ടി പോരുത്. എനിക്കറിയാം അവൻ നിനക്ക് കൈവശം തന്നണ്ടത്. എന്റെ മോളും ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടത് നുണയാണെന്നല്ലേ നീ പറയുന്നത്? കുട്ടിക്ക് ഗോപാലകൃഷ്ണനെ പിരിഞ്ഞേ പറ്റുന്ന അത്ര നിർബന്ധമാണെങ്കിൽ വേറെ എന്താ ചെയ്യാ? എത്രയും പെട്ടെന്ന് കോടതി സമൻസ് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഉടനെ വേണം. കോടതിയിൽ നിന്ന് നോട്ടീസ് അയപ്പിക്കാന്ന് പറഞ്ഞ അവള് ചില്ലറക്കാരിയല്ലോ. എങ്ങനെ അയക്കാതിരിക്കും? ആ മാതിരി പണിയല്ലേ ഇയാൾ ചെയ്തു വെച്ചിരിക്കണേ. അയ്യോ, എന്റെ കർത്താവ്, എനിക്ക് അറിയായിരുന്നു ആ പെണ്ണ് അവന്റെ പഴയ കെട്ടിയോളായിരുന്നെന്ന്. അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ഇതിൽ നീ തോറ്റു കൊടുക്കരുത്. അങ്ങനെ തുമ്മിയാ തെറിക്കണ മൂക്കണെ അങ്ങോട്ട് നീട്ടി തുമ്മി കൊടുക്കടാ. പോട്ടെ, എന്നിട്ട് വേണം നല്ല മണി പോലത്തെ ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് നിനക്ക് കെട്ടിച്ചേരാൻ. വേണ്ട വേണ്ട, എനിക്കൊന്നും എന്റെ ജീവിതത്തിൽ വിധിച്ചിട്ടുള്ളതല്ല ഈ കല്യാണവും കുടുംബജീവിതമൊക്കെ. മോനെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. മറ്റാരേക്കാൾ നിങ്ങൾ കരുതും പോലെ ഞാനിവന്റെ അച്ഛനല്ല. പക്ഷേ എനിക്കിവൻ മകനേക്കാൾ വലുതാ. അമ്മാവന്റെ വീട്ടിൽ അഭയാർത്ഥിയായി കഴിയുന്ന കാലം മുതലേ എനിക്കിവനറിയാം. നിന്റെ മനസ്സ് വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല മോനെ. നീ ധൈര്യമായിട്ടിരിക്കേ. ഞാൻ ഇന്ന് പോയി ജോലിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇവന്റെ പണി പോവും. ഇത്രയും നാൾ കാണാതായപ്പോ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. പക്ഷെ ഞാൻ ഉടനെ തിരിച്ചു വരും നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ എന്റെ കൂടെ. അതിനു മുമ്പ് നീ കോടതി പോണം. എന്നിട്ട് അവിടെ പറയണം തന്നിഷ്ടക്കാരിയായ ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം വിവാഹമോചനമാണെന്ന്. നീ കോടതി പോയില്ലെങ്കിൽ അവള് കരുതും ജയിച്ചത് അവളാണെന്ന്. അതുപോലെ അച്ചായനൊരു ഉപകാരം ചെയ്യണം. ഇവന്റെ ആദ്യ ഭാര്യയെ കണ്ടുപിടിച്ച് അവളോട് പറയണം ഇനിയെങ്കിലും ഇവൻ ഉപദ്രവിക്കരുതെന്ന്. ഒരു ദിവസം സവാരിക്കായി ഓട്ടോ എടുത്തു പോയതാ. വഴിയിൽ നിന്ന് കയറി ഏതോ ഒരുത്തന്റെ കയ്യിൽ എന്തോ മയക്കുമരുന്നുണ്ടായിരുന്നു. പോലീസ് അകത്താക്കിയത് എന്നെയാ.
ഇവളെ ഒന്ന് അറിയിക്കാനുള്ള സന്മനസ് പോലും പോലീസ് കാണിച്ചില്ല. സ്റ്റേഷനിൽ നേരെ കോടതി, അവിടുന്ന് ജയിൽ. പിന്നീട് വളരെ കഴിഞ്ഞാണ് ഞാൻ എവിടെയാണെന്ന് ഇവക്ക് പോലും മനസ്സിലായത്. അവസാനം ഓട്ടോ സ്റ്റാൻഡിലെ ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് പുറത്തിറങ്ങിയത്. എനിക്കിവളെ തിരിച്ചു തന്ന നല്ല മനുഷ്യനും ഗോപാലകൃഷ്ണൻ. പക്ഷെ അവന്റെ ജീവിതം ഇപ്പൊ നശിച്ചു. തൃപ്തിയായല്ലോ? എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു അവൻ തെറ്റുകാരനല്ലാന്ന്. അപ്പോഴൊക്കെ നിന്റെ അച്ഛന്റെ വാക്കിനേക്കാളും ഭർത്താവിനേക്കാളും വലുത് നിന്റെ വാശിയായിരുന്നു. സീതേ, നീ പറയാറുള്ളതാണ് ശരി. തെറ്റെന്റേതാണ്. മക്കളെ ഞാൻ അമിതമായി ലാളിച്ചു, ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തു. പാടില്ലായിരുന്നു. എത്രയോ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടുള്ളവനാണ് ഞാൻ. പക്ഷെ ഇപ്പൊ എന്റെ മകള് എനിക്കൊരു തിരിച്ചറിവ് പറഞ്ഞു തന്നു. വീടാണ് വിദ്യാലയം. അച്ഛനും അമ്മയും മാതൃകാ അധ്യാപകരാണ്. അവിടെ ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇല്ലാത്ത കാരണങ്ങൾ കുത്തിപ്പൊക്കി ഭർത്താവിന്റെ അടുത്തുനിന്ന് പിണങ്ങിപ്പോന്നാൽ സംരക്ഷിക്കാൻ സ്വന്തം വീട്ടുകാരുണ്ടാകുന്നുള്ള അഹങ്കാരമാണ് ഈ പെൺകുട്ടികൾക്ക്. ഇനി ഏതായാലും ഞാൻ വരില്ല അവന്റെ കാല് പിടിക്കാൻ. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഡ്രൈവർ കാഞ്ഞെന്നാ തോന്നണേ. കോടതിയിലേക്ക് പുറപ്പെട്ടതാ. പക്ഷേ എത്തിച്ചേർന്നത് ഇവിടെയാ. രാധികയുടെ ഒരു ഇഷ്ടത്തിനും ഞാനെതിരല്ല. നമുക്ക് പിരിയാം. വേണ്ടമ്മേ, കരയട്ടെ. അവിടെ കണ്ണീര് കൊണ്ട് ഈ കാല് കഴുകിട്ടെങ്കിലും പാപം മുഴുവൻ തീരട്ടെ. സാർ, എന്റെ മോക്ക് ഒരാളെ ഇഷ്ടായി. ഇഷ്ടക്കേട് തോന്നിയപ്പോ പിരിയാനും തീരുമാനിച്ചു. ഇപ്പോ എന്റെ മോക്ക് വേണ്ടി ഞാനൊരാളെ കണ്ടു. ഇതിനും ഇവരൊക്കെ തന്നെയാണ് സാക്ഷികൾ. മോളെ, മുളനാഴിക്കുളിരുണ്ട്, മണിമാറിൽ മുത്തിയുറങ്ങാൻ കൂടെ പോരാമോ? അമ്പിളി മഞ്ചലിലേറാ തെളിമാനത്താറ